അതെ, എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് രണ്ട് വർത്താനം പറയണം. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പരനാറിയും നിന്റെ നാക്കിന് എല്ലില്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. എന്നെ പോലുള്ള ഭീരുക്കളുടെ ഭീഷണികൾ എത്രയോ കേട്ടിട്ടുള്ളവളാ ഞാൻ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇങ്ങേര് പറഞ്ഞിരിക്കുന്ന കാര്യം കൊണ്ടുവെക്കാം. മനുഷ്യരെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കണോ താൻ? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജി ഡെവലപ്മെന്റൽ പ്രോജക്ട്സിന്റെ ലോഞ്ച് എറണാകുളത്ത് വെച്ച് നടത്തിയിരുന്നു. സ്വാഭാവികം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ സമയത്ത് എന്തിനാണ് ഇത് കൊണ്ടുവന്നുള്ളത്? അത്യാവശ്യം ചോറുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചാണകം തിന്നുന്നവന് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ബജറ്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് മാത്രം കുറവ് തരുമ്പോൾ നിന്റെ അണ്ണാക്കി പിരി വെട്ടിയിരിക്കായിരുന്നു. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ നമ്മളെയാണല്ലോ മച്ചമ്പി. കാര്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി PM-ന്റെ ഓഫീസിൽ നിന്നും ചീഫ് മിനിസ്റ്ററിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഒഫീഷ്യലി. അതിൽ മിനിസ്റ്റർ റിയാസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷെ ചാണകക്കുഴിയിൽ പോയി വീണപ്പോ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കണത് കാണുമ്പോഴാണ് കുറച്ചെങ്കിലും ചിന്തിക്കടാ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടൻ. ഇവനെ പോലുള്ള അണ്ടനെ അടകൊടനെ വരെ വിളിച്ചിട്ടുണ്ട്. ഇവനെ പോലുള്ള അണ്ടനെ അടകൊടനെ വരെ. ഡോക്ടർ റോബിൻ ഇതൊന്നും അറിയത്തില്ല. കാരണം തലച്ചോറിന് മാറ്റി വെച്ചേക്കാണല്ലോ. എന്നിട്ടാണല്ലോ BJP കയറിയിരുന്നത്. ഇൻവൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരെ. അവർ വിളിക്കത്തില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. എടാ പൊട്ട, രാജി ചന്ദ്രശേഖരന്റെ വീടിന്റെ പാലുകാച്ചിനല്ല അങ്ങോട്ടേക്ക് പോയേക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ രണ്ടറ്റം കൊണ്ട് മുട്ടിക്കാൻ നോക്കുമ്പോഴാണ് ഇതിന്റെ ഇടയിൽ കൂടെ. ഇല്ല, ഞാൻ തോക്കില്ല. ഇവനക്ക് എന്ത് വാണമാണെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണങ്ങളുണ്ട്. കമന്റ് ബോക്സിൽ ഇപ്പൊ വന്ന് കുറയ്ക്കുന്നതാണ്. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയിലെ മുതലാളി എന്നോട് ക്ഷമിക്കണം. സോറി മാനേജർ, ഗുഡ് ബൈ. ഇതില് രാജി ചന്ദ്രശേഖർ എന്ന് പറയുന്ന മറ്റേ മൂന്നും കൂടെ വന്ന് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എല്ലാം നിനക്കെതിരായിട്ടുള്ളത്. മുഖ്യമന്ത്രിനെ ക്ഷണിച്ചു, മുഖ്യമന്ത്രി വരുന്നു. ഇനിയിപ്പോ മുഖ്യമന്ത്രിനൊപ്പം മരുമകനും വരണം അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴൊക്കെ നീ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ? നല്ല ഈഗോ ഉണ്ടല്ലേ. ആവശ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജീവ് സാർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ആണോ? ഭയങ്കര. ഇത് തലച്ചോറുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യം, ചിന്തിക്കുക കാര്യം എന്നൊക്കെ പറയുന്നത്. അല്ലെ ചാണകം തലകേറ്റി വെച്ചേക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള സാധനമല്ല.